സാറെന്താ ഈ വഴിക്ക്? സാർ ഇരിക്കെ. സാറിനെന്താ ഒരു ടെൻഷൻ പോലെ? പറയാം. ഞാനൊരു ചെറിയ ഫിനാൻഷ്യൽ ക്രൈസിസിലാണ്. തനിക്കോ അബൂബക്കർ ഹാജിക്കോ എന്നെ സഹായിക്കാൻ പറ്റണം. പണമായിട്ടോ പ്രത്യോപകാരമായിട്ടോ ഞാൻ തിരിച്ചു തരും. ഒരു 5 lakhs. അബൂബക്കർ ഹാജി എത്താൻ വൈകുമെങ്കിൽ താൻ തന്നെ അറേഞ്ച് ചെയ്യേണ്ടി വരും. 5 lakhs എന്ന് വെച്ചാൽ 5 ലക്ഷം രൂപ. എനിക്കറിയാം, അതൊരു ചെറിയ എമൗണ്ട് അല്ല. പക്ഷെ അറയ്ക്കൽ അബൂബക്കർ ഹാജിയുടെ മകൻ ഷെറീഫിന് ഞെട്ടാൻ മാത്രമുള്ള വലിപ്പം അതിനില്ലെന്നും എനിക്കറിയാം. എന്നാര് പറഞ്ഞു സാർ? 24 മണിക്കൂറും കണ്ണും തുറന്നിരിക്കണം ഞങ്ങൾക്ക് 10 രൂപ ഉണ്ടാക്കാൻ. നിങ്ങൾക്കതിന് ഇരുന്നിടത്തിരുന്ന് വെറുതെ ഒന്ന് കണ്ണടച്ചാൽ മതി. അപ്പൊ പിന്നെ പണത്തിന്റെ വില അറിയുന്നത് നിങ്ങൾക്കാണോ ഞങ്ങൾക്കാണോ? പിന്നെ സ്നേഹവും സൗഹൃദവും ഒക്കെ ശരി, പക്ഷെ പണം എപ്പോഴും പണം തന്നെയാ. അവിടെ സ്നേഹവും ഇല്ല, സെന്റിമെന്റ്സും ഇല്ല. ഇത് ഞാൻ പറഞ്ഞല്ല, സബ് ഇൻസ്പെക്ടർ സോളമൻ സാറിന്റെ തിയറിയാ. ഷെറീഫെ, സംസാരിച്ച് കളയാൻ എനിക്കിപ്പോ സമയമില്ല. എനിക്കറിയേണ്ടത് ഇത്രയേ ഉള്ളൂ, യെസ് ഓർ നോ. കാശ് കിട്ടുവോ ഇല്ലയോ? ഞാൻ ഇത്രയും പറഞ്ഞതിന്ന് സാറിനത് മനസ്സിലായില്ലെങ്കിൽ പിന്നെ ഞാൻ അന്വേഷിച്ചതായിട്ട് പറഞ്ഞേക്ക് അബൂബക്കർ മുതലാളിയോട്. ഷെറീഫെ, കാര്യമൊക്കെ ശരി തന്നെ. തന്റെ ഉപ്പ അബൂബക്കർ ഹാജി എന്നെ വിളിച്ചു പറഞ്ഞു പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല എന്ന് ഞാൻ വാക്ക് കൊടുക്കുകയും ചെയ്തു. അതൊരു വിശ്വാസം. അതേ വിശ്വാസത്തിന്റെ പുറത്ത് എനിക്കൊരു പ്രശ്നം ഉണ്ടായപ്പോ ഞാൻ ഓടിക്കേറി വന്നതെങ്ങോട്ടാ? അപ്പൊ വിശ്വാസം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എന്റെ വഴി, അതായത് നിയമത്തിന്റെ വഴി. അങ്ങനെ അബൂബക്കർ ഹാജി അകത്താക്കിയിട്ട് ഈ സ്റ്റേഷൻ സ്വസ്ഥമായിട്ട് ഭരിക്കാൻ തോന്നുന്നുണ്ടോ സാറിന്? അത് കള.